ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 8 ആദ്യത്തെ വാക്യവും അവസാനത്തെ വാക്യവും ഒന്ന് തന്നെയാണ്. എന്താണത്? ഞങ്ങളുടെ കർത്താവായ യഹോവേ, അങ്ങയുടെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമാണ്. മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലും ഏഷ്യയിലും യൂറോപ്പിലും എല്ലായിടത്തും കർത്താവേ, നിന്റെ നാമം എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. പല നാമങ്ങളുണ്ട്, പല വീര്യപ്രവൃത്തികൾ ചെയ്തവരുണ്ട്, മനുഷ്യരാൽ ബഹുമാന്യരായ അനേകരുണ്ട്. പക്ഷെ എല്ലാ തലമുറകളിലും കൊള്ളുകേലെന്ന് പറയുന്ന ആരുമില്ല. യേശു കൊള്ളുകേല എന്ന് പറയുന്ന ആരുമില്ല. യേശു നല്ലവനെന്ന് പറയുന്ന അനേകരുണ്ട്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഉള്ളിലൊരു സ്നേഹം അനുഭവിക്കുന്ന അനേകരുണ്ട്. എന്താണ് ഈ നാമത്തിൻ്റെ പ്രത്യേകത? സങ്കീർത്തനങ്ങൾ 8 പറയുന്നു, ദൈവമേ, അങ്ങ് അവനെ, അതായത് യേശുവിനെ, ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. അങ്ങയുടെ കൈകളുടെ പ്രവൃത്തികൾക്ക് അവനെ അധിപതിയാക്കി. സകലത്തെയും അവൻ്റെ കാൽ കീഴെയാക്കിയിരിക്കുന്നു. ഹെബ്രായർ 2 വരുമ്പോൾ സകലത്തെയും അവൻ്റെ കാൽ കീഴെയാക്കി എന്ന് പറഞ്ഞെങ്കിലും സകലവും അവൻ്റെ കാൽ കീഴായതായി ഇപ്പോൾ കാണുന്നില്ല. സത്യമല്ലേ? അപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. സകലത്തെയും കീഴ്പ്പെടുത്താൻ കഴിയുന്ന തൻ്റെ വചനം കയ്യിലുള്ളവൻ, സകലത്തിൻ്റെയും ആധാരവും ലാക്കുമായവൻ, സകലത്തെയും കീഴ്പ്പെടുത്താൻ കഴിയാഞ്ഞുകൊണ്ടല്ല, സകലത്തെയും കീഴ്പ്പെടുത്താനുള്ള കാലം തികയോളം കാത്തിരിക്കുകയാണ് അനേകർ രക്ഷിക്കപ്പെടേണ്ടത്. എന്നിട്ടും കർത്താവേ, നിന്റെ നാമം സകല ഭൂമിയിലും ശ്രേഷ്ഠമായിരിക്കുന്നു. അങ്ങയുടെ നാമം പകർന്ന തൈലം പോലെ കന്യകമാർ അങ്ങയെ സ്നേഹിക്കുന്നത് ഉചിതം തന്നെ. എന്തുകൊണ്ട് ഈ നാമം ശ്രേഷ്ഠമായിരിക്കുന്നു? മരണത്തിൻ്റെ അധികാരിയായ സാത്താനെ തൻ്റെ മരണത്താൽ നീക്കിയതുകൊണ്ട്, സകല മനുഷ്യർക്കും വേണ്ടി മരണം അനുഭവിച്ചതുകൊണ്ട്, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നുള്ളതുകൊണ്ട്, ഹന്നാവിന് വേണ്ടി, കയ്യഫാസിന് വേണ്ടി, പീലാത്തോസിന് വേണ്ടി, യൂദയ്ക്ക് വേണ്ടി, പത്രോസിനും യാക്കോബിനും യോഹന്നാനും വേണ്ടി മാത്രമല്ല, ആദാം മുതൽ ഇങ്ങോട്ടുള്ള മനുഷ്യരുടെ സകല പാപങ്ങൾക്കും അതിക്രമങ്ങൾക്കും തക്കവണ്ണം ദൈവം ശിക്ഷിച്ചില്ല. മറിച്ച് നോട്ട്ബുക്കിൽ കുറിച്ചു വെച്ചു, പുത്രന്റെ മേൽ ചുമത്തി. പുത്രൻ സന്തോഷത്തോടെ അത് വാങ്ങി. എല്ലാവർക്കും വേണ്ടി മരിച്ചത് കൊണ്ട് കർത്താവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പം നമ്മളോട് പറയുന്നു, സഭയോട് പറയുന്നു, വൈദികൾ നിമിത്തം. ആരാണ് വൈദി? മനുഷ്യനല്ല വൈദി, സാത്താനാണ് വൈദി. വൈരമിടുന്നത്, കൈപ്പിടുന്നത്, കുടുംബങ്ങളെ കലക്കുന്നത്, സഹോദരങ്ങളുടെ ഇടയിൽ ഭിന്നതയിടുന്നത് ശത്രുവാണ്. അപ്പോൾ വൈദികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു. ശത്രുവിനെ പെടലിക്ക് പിടിച്ച് തള്ളണ്ട, വാളിന് വെട്ടണ്ട. ദാവീദ് ചെയ്തപോലെ, ശിംശോനെ പോലെ കൊന്നൊന്ന് കൊന്നു രണ്ടെന്ന പേരിൽ കൊന്നു കൂട്ടണ്ട. മിണ്ടാതാക്കിയാൽ മതി. മിണ്ടാതാക്കണം, പിശാചിനെ മിണ്ടാതാക്കണം. ഓരോ മനുഷ്യരും തനിയെ സംസാരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ തനിയെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഉറവ, ആ സംസാരമാണ് തെറ്റിലേക്കും ശരിയിലേക്കും അവരെ നയിക്കുന്നതെന്ന് അവരറിയുന്നില്ല. പകയാകട്ടെ, അസൂയയാകട്ടെ, ശാരീരിക ബലമാകട്ടെ, ക്ഷീണമാകട്ടെ, നന്മയാകട്ടെ, തിന്മയാകട്ടെ, ഈ പറയുന്ന വർത്തമാനത്തിൽ നിന്നാണ് വരുന്നത്. മറുവശത്ത് ചില ഗവൺമെൻറ്റുകളെ നോക്കിക്കേ, അവരെത്രയോ നന്മകൾ ചെയ്തു, എത്രയോ വൻ കാര്യങ്ങൾ ചെയ്തു. എന്നിട്ടും എന്തുകൊണ്ടത് പറയേണ്ടി വരുന്നു ജനങ്ങളോട്? പറഞ്ഞാലേ അവർക്ക് ബോധം വരത്തുള്ളൂ. അറിയിക്കേണ്ടി വരുന്നു മീഡിയയിലൂടെ. ഇലക്ഷൻ എടുക്കുമ്പോൾ ചാനലുകളെ വിലയ്ക്ക് വാങ്ങുന്നു. എന്തിന്? ഞങ്ങൾ ചെയ്തത് നിങ്ങൾ അറിയണം. അപ്പോൾ ശബ്ദത്തിന് പവറുണ്ട്, സംസാരത്തിന് പവറുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ ഒരു മൗത്ത് പീസ് ആകാൻ ഭാഗ്യം കിട്ടിയാലോ? ക്രിസ്തു നിങ്ങളിലൂടെ സംസാരിച്ചാലോ? ഉളവാക്കിയവൻ, കരുതുന്നവൻ, ശക്തിമാൻ, സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ, അവൻ നമ്മളിലൂടെ സംസാരിച്ചാലോ? അവിടെയാണ്
ദുഷ്ടനും പകയനും മിണ്ടാതാകുന്നത്. അത് ആരിലൂടെയാണ് മിണ്ടുന്നത്? ശിശുക്കളിലൂടെയും വില കുടിക്കുന്നവരിലൂടെയുമാണ്. തല്ലാൻ അറിയാത്തവരിലൂടെ, വൈരം കാണിക്കാൻ അറിയാത്തവരിലൂടെ, തോറ്റുകൊടുക്കാൻ മടിയില്ലാത്തവരിലൂടെ പ്രവർത്തിക്കുന്ന ദൈവം. എഫെസ്യ ലേഖനം 5 വരുമ്പോൾ നമ്മൾ കാണുന്നത്, ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ദൈവത്തെ അനുകരിപ്പിനെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ്? ശക്തിയാണ്. ദൈവത്തിൻ്റെ ശക്തിയാണ് ഓരോ മനുഷ്യൻ്റെയും മനസ്സിലേക്ക് വരുന്നത്. തെറ്റല്ല. കാരണം ദൈവമേ, അങ്ങയുടെ തേജസ് ആകാശത്തിൽ വെച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ തേജസ് എന്ന് പറയുന്നത് നിരാശനായി കടപ്പുറത്ത് പോയി മലന്ന് ആകാശത്തേക്ക് നോക്കിക്കിടക്കുന്ന ഒരു മനുഷ്യൻ അവൻ്റെ തേജസ് കാണുകയാണ്. ഓ ദൈവമേ, അങ്ങുണ്ടാക്കിയതാണ് ഈ ആകാശം, അങ്ങുണ്ടാക്കിയതാണ് മേഘങ്ങൾ, ഈ നക്ഷത്രങ്ങളും ചന്ദ്രനും, പകൽ ഞങ്ങൾ കാണുന്ന സൂര്യനും. അങ്ങയുടെ വിരലുകളുടെ പണിയാണിവ, അങ്ങയുടെ പ്രവൃത്തിയാണിവ. അത് ചിന്തിക്കാനുള്ള ബോധം മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം തൻ്റെ തേജസ് ആകാശത്തിൽ വെച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയാണ് മനുഷ്യന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത്. പക്ഷേ ശത്രുവിനെയും പകയനെയും ഉണ്ടാതാക്കുവാൻ ശക്തിയല്ല വേണ്ടത്, സ്വഭാവമാണ് വേണ്ടത്. പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. എങ്ങനെ? ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. പിന്നീട് അങ്ങോട്ട് വരുന്നത് ക്യാരക്ടറിനെ കുറിച്ചാണ്, സ്വഭാവത്തെക്കുറിച്ചാണ്. എങ്കിലും പ്രഥമമായ കാര്യം ഇത് തന്നെയാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അതൊരു സാക്രിഫൈസാണ്. ആ സാക്രിഫൈസ് ഇല്ലെങ്കിൽ, ആ യാഗമില്ലെങ്കിൽ സ്നേഹമില്ല. ഹാബേലിൻ്റെ രക്തം ഗുണകരമായി സംസാരിക്കാൻ കാരണം അത് കയ്യിന് വേണ്ടി എന്തോ നല്ലത് സംസാരിച്ചു. തന്നെ കൊന്നവന് വേണ്ടി വഴിപാടർപ്പിച്ചു. സംസാരിച്ചത് കൊണ്ട് കയ്യിന് ദൈവം ഒരു മുദ്ര കൊടുത്തു. ഇവിടെ ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം എന്ന് പറഞ്ഞാൽ സ്വന്തം സഹോദരന് വേണ്ടി മാത്രമല്ല, സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ്. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മളെ ഒതുക്കാൻ നോക്കുന്നവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. കാരണം അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ഭയപ്പെടരുത്. ഈ സ്വഭാവം പരിശീലിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ദൈവം ശക്തി തരുന്നത്. ഞാൻ ആകുന്നവൻ ഞാനാകുന്നു. മോശെ, നീ പൊക്കോ. ഒരു സാമ്രാജ്യത്തെ നീ കുലുക്കാൻ പോവുകയാണ്. വലിയൊരു കൂട്ടത്തെ നീ വിടുവിക്കാൻ പോവുകയാണ്. ഭാവി കാലത്ത് രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക എന്ന് പറയുന്ന സംഭവങ്ങളുടെ നിഴലായിട്ട് നീ ഒരു കൂട്ടത്തെ സാത്താൻ്റെ നിഴലായ ഫറവോന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ പോവുകയാണ്. നിനക്ക് തരുന്ന ആയുധം ഞാൻ ആകുന്നവൻ, ഞാൻ എന്ന നാമം. കർത്താവേ, നിന്റെ നാമം സർവഭൂമിയിലും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. ആ ഞാൻ നമ്മുടെ അകത്ത് വരണം. ഞാൻ ആരാണ് എന്ന് കാണിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ തലമുറകളിലും അനേകർ ശ്രമിച്ചില്ലേ? ആ ഞാൻ ഒന്നും ആയില്ലല്ലോ. ഇപ്പോഴും മനുഷ്യന്റെ ആഗ്രഹം ഞാൻ എന്താണെന്ന് മറ്റുള്ളവരെ അറിയിക്കണമെന്നല്ലേ? ആ ഞാൻ മാറട്ടെ. എന്നിട്ട് ഞാൻ ആകുന്നവൻ ആകുന്നു എന്നുള്ളവൻ്റെ ഞാൻ, സെൽഫ് നമ്മുടെ അകത്ത് വരട്ടെ. അവിടെ ഈ തനിയെയുള്ള വർത്തമാനങ്ങൾ നിന്നിട്ട് സ്തുതിയും സ്തോത്രവും ഉയരുകയാണ്. ദുഷ്ടനെയും പകയനെയും മിണ്ടാതാക്കുവാൻ വായിൽ നിന്ന് ബലം വരികയാണ്. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകും. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങൾ, സ്തുതികൾ, ആത്മീയ ഗീതങ്ങൾ, തമ്മിലുള്ള സംസാരം, നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാട്ട്, കീർത്തനം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവൻ എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം. സ്ഥിതി മാറിയത് കണ്ടോ? അകത്തെ സെൽഫ് മാറിയപ്പോൾ സ്ഥിതി മാറിയത് കണ്ടോ? നമ്മുടെ വീട്ടുകാർ മാത്രമല്ല, അയൽക്കാരും അറിയും, നാട്ടുകാർ അറിയും, കർത്താവേ, അങ്ങയുടെ നാമം സർവഭൂമിയിലും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. യേശു കർത്താവ് അതിന് യോഗ്യൻ. അവൻ്റെ നാമം പരിശുദ്ധം തന്നെ. നാമം സ്നേഹത്തെ പ്രകീർത്തിക്കുന്നു. അവൻ്റെ നാമം ദൈവസ്നേഹത്തെ കാണിക്കുന്നു. ദൈവത്തിൻ്റെ രക്ഷയെ, സ്വഭാവത്തെ കാണിക്കുന്നു. കർത്താവേ, നീ വലിയവൻ. ആമേൻ.